ഫുഡ് ആൻഡ് ഹെൽത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കിഡ്നി ബീൻ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനായി ആദ്യം ഒരു ബൗളിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ കുക്കുംബർ, ടൊമാറ്റോ, റെഡ് ഒണിയൻ ഇത് മൂന്നുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള, നന്നായി വേവണം കേട്ടോ, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കിഡ്നി ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. കിഡ്നി ബീൻസ് വേവിക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകരുത്, എന്നാൽ തീരെ വേവാതെയും ഇരിക്കരുത്. നന്നായി വെന്തിട്ടുള്ള ആ ഒരു പാകമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പാസ്ലി വേണമെങ്കിൽ പാസ്ലി ആഡ് ചെയ്യാം. ഞാനിവിടെ മല്ലിയിലയാണ്, എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് മല്ലിയിലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട ഡ്രസ്സിങ് ഉണ്ടാക്കാം. സാലഡ് മടുപ്പ് കൂടാതെ കഴിക്കണമെങ്കിൽ അതിൻ്റെ ഡ്രസ്സിങ്ങും നല്ല ടേസ്റ്റി ആയിരിക്കണം. അതിനായി ചെറിയൊരു ബൗളിലേക്ക് ആദ്യം നമുക്ക് ഒലിവ് ഓയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 2-3 സ്പൂൺ ലൈം ജ്യൂസ് ആഡ് ചെയ്യാം. ഫ്രഷ് ആയിട്ട് സ്ക്വീസ് ചെയ്തെടുത്തിട്ടുള്ള ലൈം ജ്യൂസ് ആഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും പെപ്പറുമാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പെപ്പർ എനിക്ക് വീട്ടിൽ തന്നെയുള്ള കുരുമുളകാണ്, അത് ക്രഷ് ചെയ്ത് അതും ആണ് ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് റെഡ് ചില്ലിയാണ് ഇഷ്ടമുള്ളെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒലിവ് ഓയിലും ലെമൺ ജ്യൂസും ഉപ്പും ഒക്കെ ഇതിലങ്ങ് ഡിസോൾവ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്കൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ പോലത്തെ ലിഡുള്ള ടൈപ്പ് ചെറിയ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ സ്പൂൺ വെച്ച് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രുചി കൂട്ടുന്നത് ഈ സാലഡ് ഡ്രസ്സിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്ക് വേണ്ട വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം. ഈ ഡ്രസ്സിങ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് നമ്മൾ ഈ സാലഡിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ സാലഡ് നിങ്ങൾക്ക് ലഞ്ചിനോ ഡിന്നറിനോ അതോ ഇപ്പോൾ വർക്കിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വർക്കിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയൊരു സാലഡാണ്. എളുപ്പമാണ്, നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അങ്ങനെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, സാധാരണയുള്ള വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് സാധനങ്ങളാണ്. വെയ്റ്റ് ലോസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാലഡും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തി വെയ്റ്റ് ലോസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഇനിയൊരു വീഡിയോയിൽ കാണാം.